ഇമേജ് നല്ല രീതിയിൽ ഔട്ടായിട്ടുണ്ട്. പക്ഷേ മറ്റേത് നമ്മൾ എത്ര ഇനി ചെറുതാക്കിയിട്ട് വലുതാക്കിയാലും ക്വാളിറ്റി ഒരിക്കലും ലോസ് ആവില്ല കേട്ടോ. ഈ വൈബ്രൻസും സാച്ചുറേഷനും രണ്ടും ഒരച്ഛൻ്റെ മക്കളെ പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഇതെന്താ സംഭവം എന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർക്കും പിടികിട്ടത്തില്ല. ഫോട്ടോഷോപ്പ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന കപ്പിൾ ഫോട്ടോയിൽ നമ്മളെ ഗ്രേഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ കോപ്പി എടുക്കുകയാണ്. Ctrl+J പ്രസ് ചെയ്യുന്നു, ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്തിനാണ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്നൊരു കാര്യം പറഞ്ഞുതരാം. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മളിതിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും, നമ്മൾ എത്രമാത്രം മുന്നോട്ട് ചേഞ്ചസ് വരുത്തി പോയാലും ആ ചേഞ്ചസ് എല്ലാം നമുക്ക് അൺഡു അടിക്കാതെ തന്നെ പുറകിൽ വന്ന് ഇതിവിടെ ലിസ്റ്റായിട്ട് കാണിക്കും. ഞാനിവിടെ ഓരോ ചേഞ്ച് ചെയ്യുമ്പോഴും അതിവിടെ ലിസ്റ്റായിട്ട് ഇവിടെ ഇതിൻ്റെ താഴെ കാണിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് എപ്പോൾ വേണോ പിന്നീട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കളർ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ബ്ലർ നമ്മൾ ആഡ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്താലും ഇതിൻ്റെ ലിസ്റ്റായിട്ട് ഇവിടെ കാണിക്കും. അതെല്ലാം നമുക്ക് ആഫ്റ്റർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് പിന്നും എഡിറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കിയിടുക. അല്ലാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ഇമേജ് അങ്ങ് ചെറുതാക്കി വെച്ചു എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഈ ഇമേജ് നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് എൻ്റർ അടിക്കുകയാണേ. ഓക്കെ, ഞാൻ ഇവിടെ ചെറുതാക്കി. ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും? പിരിന്ന് പോവേണ്ടതാണ്. പക്ഷേ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കിയ ഈ ഒരു ഇമേജിൽ നമ്മളിനി എത്ര സൂം ചെയ്ത് വെച്ചാലും ആ ക്വാളിറ്റി തിരിച്ചു വരും. അതാണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു ഉപയോഗം. മനസ്സിലായല്ലോ? അത് വേണമെങ്കിൽ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ഇമേജും കൂടി ഞാൻ ഒരു കോപ്പിയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഒന്നിൽ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കിയിട്ടിട്ടുണ്ട്, മറ്റൊന്നിൽ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് അലൈൻമെൻറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കിയിട്ടിട്ടുള്ള ഇത് ഞാൻ ആദ്യം ഒന്ന് ചെറുതാക്കുവാണ്. ഇത് ഞാൻ നല്ല ചെറുതാക്കിയിട്ടുണ്ട്. ഇവിടെ വയ്ക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇടാത്ത ആ ഒരു ഇമേജും കൂടി ഞാൻ ചെറുതാക്കുവാണ്. അതിനോടൊപ്പം തന്നെ ചെറുതാക്കാം. ഓക്കെ, എൻ്റർ അടിക്കുന്നു. ഇനി ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് വലുതാക്കുവാണ്. വലുതാക്കിയ ശേഷം ഞാൻ എൻ്റർ അടിക്കുകയാണ്. നമുക്ക് ഈ രണ്ട് ഇമേജ് ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഈ ഒരു ലേഡിയുടെ ഈ ഒരു ഇമേജ് കൂടി നമുക്ക്, അല്ലെങ്കിൽ ഈ പയ്യൻ്റെ ഫേസ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. നോക്കിയോ, ഈ ഗ്രൂമിൻ്റെ ഫേസ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓൺ ആക്കാത്ത ഇമേജ് നല്ല രീതിയിൽ ഔട്ടായിട്ടുണ്ട്. പക്ഷേ മറ്റേത് നമ്മൾ എത്ര ഇനി ചെറുതാക്കിയിട്ട് വലുതാക്കിയാലും അതേ സൈസ് കീപ്പ് ചെയ്തിരിക്കും. ആ ക്വാളിറ്റി ഒരിക്കലും ലോസ് ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും സ്മാർട്ട് ഒബ്ജക്റ്റ് ഓണാക്കിയിട്ടിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പല ട്യൂട്ടോറിയലിലും ഞാൻ ചിലപ്പോൾ അത് മറന്നു പോകും. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണലായിട്ടൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ട് തന്നെ ചെയ്തു പോകണം കേട്ടോ. നമ്മൾ പഴയതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയി ക്യാമറ റോ ഫിൽറ്റർ എടുക്കുകയാണ് ഞാൻ. ആ ഒരു ഇമേജിലെ വൈറ്റ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് സൂം ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ വൈറ്റ് ബാലൻസിൻ്റെ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ബേസിക്കിൽ വൈറ്റ് ബാലൻസിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് മാനുവലി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കളർ പിക്കറിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിക്കർ ടൂൾ എടുത്തിട്ട് ഒരുപാട് വാം അല്ലാത്തതും എന്നാൽ ഒരുപാട് കൂൾ അല്ലാത്തതുമായിട്ടുള്ള ഒരു ന്യൂട്രൽ കളർ എവിടെ ഉണ്ടെന്ന് നോക്കുക. ഇപ്പം നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഈ പയ്യൻ്റെ ഇവിടെയൊക്കെ ന്യൂട്രൽ കളറാണ്. ഒരുപാട് വാമും അല്ല കൂളും അല്ലാത്തൊരു ഇതെവിടെ ഉണ്ടെന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു ഈ ഫ്ലവറിലൊക്കെ അത്യാവശ്യം കറക്റ്റിന് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒറ്റ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോഷോപ്പ് തന്നെ ആ ഒരു ന്യൂട്രൽ കളർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വൈറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. അത് ഇവിടെ ഐ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവർ തന്നെ ഒരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് ന്യൂട്രലായിട്ടൊരു കളറ് ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിൾ വഴികളുണ്ട്. അതിനായിട്ട് ഞാൻ ഇതൊന്ന് റീസെറ്റ് ചെയ്തോട്ടെ. ഇവിടെ റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ആ ഡ്രസ്സിൻ്റെ അവിടെ സൂം ചെയ്ത് വയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇത് ഇവിടെയാണ് ഒരു ന്യൂട്രൽ കളർ കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു
പിക്കർ ടൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ന്യൂട്രൽ എന്ന് തോന്നുന്ന കുറച്ച് ഏരിയ കാണുമല്ലോ, ആ ഏരിയയുടെ അവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തൊരു കോള ഇടുക. ഈ കോള ഇട്ടിട്ട് അങ്ങ് വിടുമ്പോൾ ഫോട്ടോഷോപ്പ് എന്ത് ചെയ്യും, ഈ കോളത്തിനകത്തുള്ള ബെസ്റ്റ് ന്യൂട്രൽ കളർ എവിടെയാണോ അത് വെച്ചിട്ട് ഈ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, നേരത്തേക്കാളും യെല്ലോ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഫോട്ടോഷോപ്പ് വരുത്തിയിട്ടുള്ളൂ. ഞാനിവിടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ ഒരുപാട് വരുത്തിയിരുന്നു, കാരണം നമ്മളത് ഒറ്റ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലം സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഫോട്ടോഷോപ്പ് തന്നെ അതിൽ നിന്നൊരു ന്യൂട്രൽ കളർ കണ്ടുപിടിച്ച് ചെറിയൊരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ വേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കുന്നത് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോ, വൈറ്റ്, ബ്ലാക്ക്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് എക്സ്പോഷർ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കോൺട്രാസ്റ്റിൽ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് അത്ര ഫ്ലാറ്റ് അല്ല, എന്നാലും ചെറിയൊരു ഫ്ലാറ്റാണ്. അത് നമുക്കിവിടെ ബ്ലാക്കിലോ ഷാഡോയിലോ മാറ്റാൻ പറ്റും. നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഓവറായിട്ട് ലൈറ്റ് ഇവിടെ നല്ല ഹാർഷായിട്ട് വീഴുന്നുണ്ട്. ഒന്ന് ഹൈലൈറ്റ് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്കൈയിലെ ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് കുറയ്ക്കുമ്പോൾ സ്കൈയിലെ ലൈറ്റാണ് കുറഞ്ഞു വരുന്നത്. കുഴപ്പമില്ല, അതും ബെറ്ററാണ്. ഇനി നമുക്ക് ഈ ഷാഡോയിൽ കളിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഷാഡോ കട്ട് ചെയ്ത് കളയരുത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫേസിൻ്റെ ഡീറ്റെയിൽസ് പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഫേസിൻ്റെ, അതായത് ഇപ്പോൾ നമ്മളിപ്പം ഞാനൊന്ന് ഷാഡോ തിരിച്ചു പിടിക്കുകയാണേ, കണ്ടോ, ഈ ഒരു ഡെപ്ത്ത് പോയിട്ട് ഫേസിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ ആയി പോകും. അതിനൊരു ഇത് കാണത്തില്ല, ഒരു ഡെപ്തും കാര്യങ്ങളൊന്നും കാണത്തില്ല. വെറും പ്ലെയിൻ ഇമേജ്, ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇമേജ്, അതാണ് കറക്റ്റ് വാക്ക്, ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ട് പോകും. അതുകൊണ്ട് ഷാഡോ അങ്ങനെ കട്ട് ചെയ്യരുത്. ഷാഡോ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റിനെ യൂസ് ചെയ്യാവൂ. അത് മെയിൻ ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചോളുക. ഷാഡോ ഒരുപാട് വലിച്ചു വാരി കട്ട് ചെയ്യിക്കരുത്. പുറകിൽ നിന്നാണ് ഇതിൽ ലൈറ്റ് വന്ന് ഇവിടെ വീഴുന്നത് ഫേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാഡോ ശകലം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഒരുപാട് കട്ട് ചെയ്യില്ല, ശകലം ഒന്ന് ഷാഡോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ശകലം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ വൈറ്റ് കാണാം. വൈറ്റിൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നോക്കാം. ഇവിടെ വൈറ്റ് ഒന്ന് ശകലം ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. വേണ്ട, മൊത്തത്തിനൊരു ഡിം ആവുന്നുണ്ട്, അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. ഇനി ബ്ലാക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ബ്ലാക്കിൽ ഭയങ്കര ഒരു കാര്യം കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടോ, ആ ഇമേജിൻ്റെ ഒരു ഡെപ്ത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടോ. അത് ചെയ്യുന്നത് എന്താണ്, സിമ്പിൾ പരിപാടിയാണ്. ബ്ലാക്ക് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നല്ല രീതിയിൽ ഡാർക്കാവും, നല്ല ഡാർക്കാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ ബ്ലാക്ക് ഒന്ന് തിരിച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഡാർക്ക്, അതായത് ഈ ബ്ലാക്ക് ഭാഗം ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നപ്പോൾ നോക്കി, കണ്ടോ, അതിൻ്റെ ഫീൽ ഉണ്ടോ. ഞാൻ ഒറ്റയടിക്ക് ഇത് മാറ്റി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിവേഴ്സ് അടിക്കുകയാണേ, കണ്ടോ, ഇങ്ങനെ ഇരുന്ന ഇമേജാണ്. അതിന് നമ്മളെന്ത് ചെയ്തു, ഒറ്റയടിക്കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് മാറി വന്നാണ്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് എന്ന് പറയുന്നവൻ ഭയങ്കര ഒരു കളി കളിക്കുന്ന ഒരുത്തനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഇരുന്നതാണ്, നമ്മളതിനെ എല്ലാം ചെയ്തതേ ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ഇമേജ് പക്കയായി. ഒന്നാമത്തെ കാര്യം ഞാൻ എടുത്ത് പറയാം, ഈ സംഭവം എന്ന് പറയുന്നത് ഇവരുടെ സ്കിൻ ടോണിലോ, അതായത് നമ്മുടെ ഫോറിനേഴ്സിൻ്റെ സ്കിൻ ടോൺ ക്യാമറയിൽ മെയിനായിട്ട് കനോണിൽ എടുത്തു കഴിഞ്ഞാൽ പക്ക റിസൾട്ടായിരിക്കും. നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ലൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ സാധനം അവിടെ ഫേസിൽ വരത്തില്ല. കാരണം ഇപ്പം നിങ്ങളതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ പുറകിൽ നിന്നാണ് ലൈറ്റ് ഇവിടെ വരുന്നത്. ഓവറായിട്ട് ഫേസിലൊന്നും ലൈറ്റ് ഫില്ല് ചെയ്തിട്ടില്ല എന്നാണ് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അവരുടെ ആ ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലോ, ക്യാമറയായിട്ട് ഭയങ്കര ആപ്റ്റാണ്. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞാൻ വർക്ക് എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ക്യാമറയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ സ്കിൻ ടോണിന് വേണ്ടി ഉണ്ടാക്കിയാണൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരുവിധം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തുണ്ട് ടെക്സ്ചർ. ഈ ടെക്സ്ചർ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഓൾറെഡി ഓക്കെയാണ്. ക്ലാരിറ്റി, ഡിഹൈസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ടെക്സ്ചറിൻ്റെ ഞാൻ ഈ ഒരു ഇമേജ് ഇങ്ങനെ സൂം ചെയ്ത് വയ്ക്കാം. ഈ പെൺകുട്ടിയാണ് ഫോക്കസ് കേട്ടോ, പയ്യൻ ഔട്ടാണ്. കാരണം നിങ്ങൾക്കറിയാം പെൺകുട്ടിയുടെ പുറകിൽ നിൽക്കുവാണ്, അതുകൊണ്ട് പയ്യൻ ചെറിയൊരു ഔട്ടുണ്ടേ. ഇപ്പോൾ പെൺകുട്ടിയാണ് ഫോക്കസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ പെൺകുട്ടിയെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ടെക്സ്ചർ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ ടെക്സ്ചർ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണാം, കണ്ടോ,
ഒറ്റയടിക്ക് കുറച്ചത് മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ ഇരുന്നാണ് കണ്ടോ ടെക്സ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഫോട്ടോസ് ഔട്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പയ്യൻ്റെ ഫേസ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പയ്യൻ കുറച്ചൊന്ന് ഔട്ടാണ്. അപ്പം നമ്മളതിൽ ഈ ഒരു ടെക്സ്ചർ കയറ്റുമ്പോൾ നോക്കിക്കോളൂ. കണ്ടോ പയ്യൻ്റെ ഫേസ് കുറച്ച് ഡീറ്റെയിൽസ് തരുവാറുണ്ട്. പക്ഷേ അത് എപ്പോഴും ഉപയോഗിക്കരുത്. ഫോട്ടോയ്ക്കുള്ളൊരു ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകാനും ഒരു വല്ലാത്തൊരു ഇരുണ്ട ഫീല് കിട്ടാനൊക്കെ അത് മതി കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അത് ചെയ്യരുത്. പിന്നെ ഉള്ളതാണ് ക്ലാരിറ്റി. ഞാൻ ക്ലാരിറ്റിയും ഇവിടെ കൂട്ടി കാണിച്ചു തരാം. പയ്യൻ്റെ ഫേസ് തന്നെ എടുത്ത് വയ്ക്കുന്നു, ക്ലാരിറ്റി ഒന്ന് കൂട്ടി കാണിച്ചു തരാം. കണ്ടോ ക്ലാരിറ്റി കൂട്ടുമ്പോൾ ആ ഫോട്ടോയുടെ ഒറിജിനാലിറ്റി മൊത്തത്തിൽ പോയിട്ടാണ് ഒരു ക്ലാരിറ്റി കയറി വരുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് നാളെ വേണമെങ്കിൽ ഈ കപ്പിൾ ഫോട്ടോ വിട്ടിട്ട് നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയോ ഒക്കെ എടുത്ത് നോക്കാം. ഫുഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇല്ല, അങ്ങനത്തെ ഒന്ന് എടുത്ത് ഫോട്ടോ എടുത്ത് ചെയ്ത് നോക്കാം. അതിൽ ഈ ടെക്സ്ചർ ക്ലാരിറ്റിയൊക്കെ പക്കായിട്ട് നമുക്ക് വർക്കാവും. കാരണം അതിൽ നമുക്ക് എത്ര ചേഞ്ചസ് ഈ ഒരു സെക്ഷന് വരുത്തിയാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതല്ലാതെ മോശമായിട്ടൊരു എഫക്റ്റ് അതിനകത്ത് വരത്തില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഹേസ് ആണ് കേട്ടോ. ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡിഹേസ് ഒന്ന് പണിഞ്ഞ് നോക്കാം. ഡിഹേസ് പിടിച്ച് ഞാൻ വലതോട്ട് നീക്കുവാണ്, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കണ്ടോ എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മൾ കോൺട്രാസ്റ്റൊക്കെ നമ്മൾ കയറ്റുമ്പോൾ ഒരു ഡാർക്ക്നെസ് വരില്ല, അതുപോലെ നല്ല ഡാർക്ക്നെസ് ആയിട്ട്, അത് ഇരുണ്ട് ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ല ഇരുണ്ടങ്ങ് കറുത്തൊരുമാതിരി അങ്ങ് പോവാണ് ഇത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഈ ബ്ലാക്ക് കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഈ ഫ്ലാറ്റ് എന്നുള്ള ഭാഗം ഒന്ന് മാറി കിട്ടിയിട്ട് നല്ലൊരു ഡെപ്ത്ത് കിട്ടുമെന്നുള്ളത്. അതുപോലെ ഡെപ്ത്ത് ചെയ്യാൻ പറ്റിയ മറ്റൊരു സാധനമാണ് ഈ ഒരു ഡിഹൈസ് എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്കത് വലിയ ഉപയോഗമില്ല, വേണ്ട, ഇവിടെ നമുക്ക് ലീവ് ചെയ്യാണ്, ഞാനത് വിട്ടു. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഉള്ളതാണ് വൈബ്രൻസും സാച്ചുറേഷനും. ഇത് രണ്ടും കാണുമ്പോൾ പലർക്കും സംശയം തോന്നാം. ഈ വൈബ്രൻസും സാച്ചുറേഷനും രണ്ടും ഒരച്ഛൻ്റെ മക്കളെ പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഇതെന്താ സംഭവം എന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർക്കും മിക്ക ആൾക്കാർക്കും പിടികിട്ടത്തില്ല. ഇത് ഏത് ഉപയോഗിക്കണം? ഞാനൊക്കെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഈ സാച്ചുറേഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മിക്കപ്പോഴും. പിന്നീടാണ് വൈബ്രൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലായത്. സിമ്പിളായിട്ട് നമുക്കിവിടെ നോക്കാം. ആദ്യം നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാച്ചുറേഷനിൽ ഒന്ന് ഈ ഒരു ബാർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ഞാനൊന്ന് ഇത് കൂട്ടുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് വേണ്ട, നമുക്കൊരു 60 കൂട്ടാം. 60ഒക്കെ ഞാൻ കൂട്ടിയിട്ടു. ഒരു 60-61 റേഞ്ചിലിട്ടപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പച്ചയും ലൈറ്റും ഒക്കെ ഭയങ്കര കളറായി പോലെ, ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു വാം ടോണിലോട്ട് വന്നു. അതേസമയം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ സാച്ചുറേഷൻ നോർമലാക്കി എന്നിട്ട് വൈബ്രൻസ് കൂട്ടുകയാണ്. നോക്കിക്കോളൂ, കണ്ടോ നിങ്ങൾ? വൈബ്രൻസ് കൂട്ടിയിട്ട് ആ ഒരു വൃത്തികെട്ട കളർ അവിടെ വരുന്നില്ല. ഇതേസമയം ഞാനിപ്പോൾ ഇതാണ് കൂട്ടുന്നത്, നോക്കിയേ, സോറി വരുന്നില്ല, ആവട്ടെ, കണ്ടോ? ഇതൊരു 60 ആയില്ല, അതിന് മുമ്പ് തന്നെ അതിൻ്റെ കളറ് മൊത്തത്തിലൊരു മഞ്ഞ കളറായി, വൃത്തിയുടെ കളറായി. പക്ഷേ വൈബ്രൻസ് അങ്ങനെയല്ല, നമ്മൾ കൂട്ടും തോറും നോക്കിയേ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പോപ്പപ്പ് എല്ലാ കളറിനും കൊടുക്കും കേട്ടോ, നല്ലൊരു ഫീല് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വൈബ്രൻസ് യൂസ് ചെയ്യുക. ഞാനൊരു പൊട്ടിക്കേ വൈബ്രൻസ് ഇടുന്നുള്ളൂ, ഒരു ശക്കലം ഒന്ന് വൈബ്രൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഇപ്പം തന്നെ ഫോട്ടോ ഒരുവിധം നമുക്ക് ആൽബത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി കൊണ്ടുപോയി ഫേസിലുള്ള ഷാഡോ ഒക്കെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സബ്ജക്റ്റിനല്ലാതെയൊക്കെ സെലക്ഷൻ കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ലൈറ്റ് കയറ്റിയൊക്കെ പണിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഗ്രേഡിങ് നമ്മളിവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഈ ഒരു ഐ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരുന്ന ഒരു ബ്ലൂയിഷ് ഉള്ള ഒരു ഇമേജ് ആയിരുന്നു. അതിനെ നമ്മൾ ഇത്രയും ചെയ്തെടുത്തു കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന എന്താണ്, കളർ മിക്സറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ ഉണ്ടാവും, സാച്ചുറേഷൻ ഉണ്ടാവും, ലൂമിനൻസ് ഉണ്ടാവും. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു ഹ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ മെയിനായിട്ടുള്ളത് എന്താണ്, ഗ്രീൻ. എപ്പോഴും നമ്മൾ പിടിക്കുന്ന ഇത് തന്നെയാണ്, ഗ്രീൻ. ഔട്ട്ഡോറിൽ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീനിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. ഇവിടെ ഇപ്പോൾ യെല്ലോയിഷാണ് കിടക്കുന്നത്, അത് കൊള്ളാം, കിടന്നോട്ടെ, കുഴപ്പമില്ല, നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമല്ലോ. ജസ്റ്റ് ഞാൻ ഈ ഒരു ഗ്രീൻ ശകലം പിടിക്കുകയാണ്. നമ്മൾ യെല്ലോയിലും കൂടി ഈ ഒരു ഗ്രീൻ സെക്ഷനിലോട്ട് പതുക്കെ വലിച്ച് ഞാൻ നീക്കുവാണ്.
ഓക്കെ, നീക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒരു ഗ്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തൊട്ടുപുറത്തുള്ള സാച്ചുറേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഗ്രീൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഗ്രീൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതേപോലെ നമ്മൾ അപ്പുറത്ത് യെല്ലോ അല്ലേ കൂട്ടിയത്, അതുപോലെ യെല്ലോയും സാച്ചുറേഷൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ശക്കലം ഒന്ന് കട്ട് ചെയ്യാം, ഒരുപാട് കട്ട് ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതി. ഇതൊന്ന് ഞാൻ അടച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പച്ചയായിട്ടിരുന്നാണ്. ഇതും ഓക്കെയാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയും പക്കയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കത് ഇതും കൊള്ളാം. നമ്മൾ ആൽബം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയും സാധനം അടിപൊളിയാണ് കേട്ടോ. ഇത് സ്റ്റാൻഡേർഡ് കളറിംഗ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സിനിമാറ്റിക് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഒരു ഗ്രീൻ പിടിക്കുന്നത്. ഇനി നമുക്ക് വലിയ കളറുകൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യலாம். പിന്നെ മെയിനായിട്ടുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഫേസിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഏതാ ഇതിൽ ഉപയോഗിക്കേണ്ടത് അറിയാമോ ആർക്കെങ്കിലും? നമ്മൾ ഓറഞ്ചാണ്, കഴിഞ്ഞ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞാണ് ഓറഞ്ചാണ് നമ്മൾ ഫേസിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നോക്കിയോ, ഓറഞ്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോൾ ഫേസ് ചേഞ്ച് ആവുന്നത് കണ്ടോ? ഈ ലെവലിൻ്റെ ഈ ഒരു പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിക്കോളും കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ശക്കലൊരു ഓറഞ്ച് ഒന്ന് പിടിച്ചു കൊടുത്തു, ഫേസിലോട്ട് ഒരു ഓറഞ്ച് ടൈറ്റ് ചെയ്തു. എന്നിട്ട് സാച്ചുറേഷൻ എടുക്കുന്നു. സാച്ചുറേഷൻ എടുത്തിട്ട് ഈ ഓറഞ്ചിനെ ഒന്ന് കട്ട് ചെയ്യും. നമ്മൾ ശക്കല ഒന്ന് കട്ട് ചെയ്യുന്നു. ശകല ഒരു പൊട്ടിക്കൊന്ന് കട്ട് ചെയ്തിട്ട് ലൂമിനൻസിൽ വരിക. ലൂമിനൻസിൽ വന്നിട്ട് അതേ ഓറഞ്ചിൻ്റെ ലൂമിനൻസിൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടുന്നു. ഒരുപാട് കൂട്ടരുത്. ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഫേസ് പൊട്ടിപ്പോകുന്നുണ്ട്, കളറുകൾ പൊട്ടിപ്പിരുന്ന്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും, എന്നാലും ഇത്രയും പൊട്ടിപ്പിരുന്ന് പോകുന്ന രീതിയിൽ ലൈറ്റ് കൂട്ടാൻ നിൽക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കുക, നിങ്ങൾക്കത് കാണാൻ പറ്റും. ശക്കല ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വിധം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സെറ്റ്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ യെല്ലോ ഈ ഭാഗത്തെ ഒന്ന് ലൂമിനൻസോട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഈ യെല്ലോ ഒന്ന് ശക്കലം ഒന്ന് കട്ട് ചെയ്യാം. ശക്കലം യെല്ലോ കട്ട് ചെയ്തു, ശക്കലം ഗ്രീനും കട്ട് ചെയ്തു. ഗ്രീൻ അധികം ഇല്ല കേട്ടോ, യെല്ലോ ആണ് കളർ കയറി കിടക്കുന്നത്. ഓക്കെ ഫൈൻ. നമ്മൾ ഒരുവിധം കട്ട് ചെയ്തു. യെല്ലോ ഒരുപാട് കട്ട് ചെയ്യണ്ട കേട്ടോ, കാരണം ലൈറ്റ് ഒരുപാടങ്ങ് താന്നു പോയി. യെസ്, ഇത് തന്നെ പക്ക ഗ്രേഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വിഗ്നേറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, അതുപോലെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വിഗ്നേറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. നോർമലി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിളായിട്ട് പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ ഈ വിഗ്നേറ്റ് പിടിച്ച് ഇങ്ങനെ ഓണാക്കി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ശാലം ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് ശക്കല ഓണാക്കുന്നു, എന്നിട്ട് ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഞാൻ ശകല ഇട്ടു. നിങ്ങൾക്ക് അല്ലാതെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്കും ചെയ്യാൻ കേട്ടോ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ മാക്സിമം ഡാർക്ക്നെസ് ആക്കാൻ പറ്റും അതിലാകുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? കാലിബ്രേഷൻ. അതിലൊന്ന് ജസ്റ്റ് അനക്കാതെ നമുക്ക് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കാലിബ്രേഷനിൽ നമ്മൾ ഗ്രീൻ പ്രൈമറിയിൽ വന്നിട്ട് ശക്കലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി നോക്കുക, എന്താണ് അതിൻ്റെ ചേഞ്ച് എന്ന് നോക്കുക കേട്ടോ. ഈ ഒരു കളർ വന്നാൽ ഫുൾ അണഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഗ്രീൻ പ്രൈമറി അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലൂ പ്രൈമറിയിലൊന്ന് നീക്കി നോക്കാം. ബ്ലൂ പ്രൈമറി ഹ്യൂ ഒന്ന് പിടിച്ച് ഞാൻ നീക്കുവാണ്. ശക്കലം വേണമെങ്കിൽ ഒരു ഗ്രീൻ ശക്കലം ഒന്ന് ചേഞ്ച് ആകാൻ രീതി വെക്കാം. ഒരുപാട് വെച്ചാൽ ഫേസിലോട്ടൊക്കെ കയറും, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ശക്കലം വേണമെങ്കിൽ വെച്ചിട്ട് സാച്ചുറേഷൻ ശക്കലം ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, മതി. ഇനി ഒരുപാട് പിടിച്ച് നശിപ്പിക്കണ്ട. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓക്കെ പ്രസ് ചെയ്യാം, എന്നിട്ട് നോക്കാം ബാക്കി എങ്ങനെ ഉണ്ടെന്നേ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ കിടപ്പോട്ട് ക്യാമറ റോ. ഇനി ഈ ക്യാമറ റോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തന്നെ വീണ്ടും റീ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ടാനുള്ള ഉപയോഗം. ഇനി നമുക്ക് ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാവേ. ഇത് ഇങ്ങനെ ഇരുന്നൊരു ഇമേജ് ആയിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ കളർ ചെയ്തെടുത്തു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോയിലിട്ട് ഇങ്ങനെ തീർക്കാം. ഇനി നിങ്ങൾക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഫോട്ടോസോ ഏതോ ആയിക്കോട്ടെ അയച്ചു തരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഗ്രേഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും.
എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ തന്നെ കാണണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ടാറ്റ.